ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. മുംബൈയിൽ ചേർന്ന ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുകയാണ്. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം അദ്ദേഹത്തെ തന്നെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങൾ എന്തെല്ലാമാണ്? ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉൾപ്പെടെയുള്ള മഹായുദ്ധി നേതാക്കൾ മുംബൈയിൽ രാജ്ഭവനിലെത്തിയിട്ടുണ്ട്. ഗവർണറെ കണ്ടുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ദേവേന്ദ്ര ഫട്നാവിസ് ഉന്നയിക്കും. അതിനുശേഷം ഗവർണർക്ക് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള കത്ത് നൽകും. തുടർന്നായിരിക്കും ഔദ്യോഗിക നടപടികൾ ഉണ്ടാവുക. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് മുംബൈയിൽ 5 മണിക്ക് ആസാദ് മൈതാനിയിൽ വെച്ച് നടക്കും എന്നുള്ളതാണ് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് രാവിലെ മുംബൈയിൽ ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിരീക്ഷകരായി നിശ്ചയിച്ചിട്ടുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമന്റെയും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെയും അധ്യക്ഷതയിലായിരുന്നു ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിന് പിറകെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീടാണ് ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും മുംബൈയിൽ ഏക്നാഥ് ഷിൻഡെയുടെ വസതിയായ വർഷയിലെത്തിയത്. വർഷയിൽ ഏക്നാഥ് ഷിൻഡെയെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മഹായുദ്ധിയുടെ നേതാക്കൾ ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉൾപ്പെടെയുള്ള മഹായുദ്ധിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മുംബൈയിൽ രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. രാജ്ഭവനിൽ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ദേവേന്ദ്ര ഫട്നാവിസ് ഉന്നയിക്കും. മഹാരാഷ്ട്രയിൽ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എത്തുകയാണ്. 2014 സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ബി.ജെ.പിക്ക് ലഭിക്കുന്നത്. ആ അവസരത്തിൽ 1999 മുതൽ നിയമസഭാ അംഗമായിരുന്ന മുൻപ് നാഗ്പൂർ മേയറായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേരായിരുന്നു അന്ന് നേതൃത്വത്തിന് മുൻപിലേക്ക് വന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യമായി മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായി 2014 ചുമതലയേറ്റു. പിന്നീട് 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തുടർ ഭരണത്തിന് അനുമതി നൽകിയെങ്കിലും വോട്ടിലൂടെ ജനവിധി നൽകിയെങ്കിലും ശിവസേന അന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് ആ ജനവിധി അട്ടിമറിച്ച കാഴ്ച നമുക്ക് മുൻപിലുണ്ട്. അതേ തുടർന്ന് 2 വർഷത്തോളം ദേവേന്ദ്ര ഫട്നാവിസ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു. പിന്നീട് നടന്ന വലിയ രാഷ്ട്രീയ അട്ടിമറിയും നാടകീയമായ നീക്കങ്ങളും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗമായും ഉദ്ധവ് താക്കറെ വിഭാഗവുമായി പിളരുന്നു. NCP ശരത് പവാർ അജിത് പവാർ പക്ഷമായി പിളരുന്നു. അങ്ങനെ 2 പാർട്ടികൾ പിളർന്നതിന് ശേഷം അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ബി.ജെ.പിക്കൊപ്പം ചേരുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 24 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു ബി.ജെ.പി. നേതൃത്വം നൽകിയ മഹായുദ്ധി സർക്കാർ രൂപീകരണത്തിൽ അല്ലെങ്കിൽ തുടർ ഭരണം നേടിയത്. അതിൽ ബി.ജെ.പിയുടെ പ്രകടനം ചരിത്രത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. മത്സരിച്ച 80-ലധികം സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് ബി.ജെ.പി. മുൻപിലേക്ക് എത്തുകയും സംസ്ഥാനത്ത് 134 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതോടെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ എത്തും എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. ഏതായാലും ആ ചോദ്യങ്ങൾക്ക് ആശങ്കകൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള വലിയ മറുപടി ഇന്ന് രാവിലെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം നൽകി. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തും എന്നുള്ളത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെത്തി. ഇപ്പോൾ മഹായുദ്ധിയുടെ നേതാക്കൾ രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. ഏക്നാഥ് ഷിൻഡെയും ഒപ്പം ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും ഉൾപ്പെടെയുള്ള മഹായുദ്ധി നേതാക്കൾ രാജ്ഭവനിൽ ഗവർണറെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള തീരുമാനം ആയിരിക്കുകയാണ്. ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. NCP അജിത് പവാർ വിഭാഗം നേതാവ് അജിത് പവാറും അതുപോലെ ഏക്നാഥ് ഷിൻഡെയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. ഗവർണറെ കാണുകയാണ്. തത്സമയ വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്.